തിരുവിതാംകൂറിലെ പ്രശസ്തമായ ശ്രീ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാലയെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമമയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് മീനമാസത്തിലെ മകം നക്ഷത്രമാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള പാർവതി പുത്തനാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ ദേവി ഭക്തരും ഏറ്റവും അധികം ഭക്തിയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും അമ്മയോടുള്ള സ്നേഹത്തോടു കൂടിയും ഭജിക്കുന്ന സാക്ഷാൽ കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസമാണ് ഇന്നേ ദിവസം. ഒരാഴ്ചക്കാലമായിട്ട് നീണ്ടു നിന്നിരുന്ന അമ്മയുടെ തിരു ഉത്സവ ചടങ്ങുകൾ ഇന്നേ ദിവസം സമാപിക്കുകയാണ്. ഇന്ന് ഈ ശ്രീകോവിൽ അമ്മ വിരാജിക്കുന്നത് തൻ്റെ മക്കളുടെ കൈകൾ കൊണ്ട് വെച്ച് വിളമ്പി കിട്ടിയ ആ പായസം ഭുജിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വരങ്ങളും അവർക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഏറ്റവും അധികം കാരുണ്യത്തോടു കൂടി തൻ്റെ മക്കളെ നോക്കുന്ന ഭാവത്തിലുള്ള ആ സാക്ഷാൽ കരിക്കകം ചാമുണ്ടേശ്വരി ഭഗവതിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എന്താണ് കരിക്കകം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം, അതുപോലെ തന്നെ പൊങ്കാലയുടെ മഹാത്മ്യം എന്താണ് എന്നാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കരിക്കകം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചാമുണ്ടയാണ്. സാക്ഷാൽ ചാമുണ്ടേശ്വരിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മൂർത്തി. അമ്മയെ 3 ഭാവത്തിലാണ് ക്ഷേത്രത്തിൽ പൂജിക്കുന്നത്. 1 ചാമുണ്ടേശ്വരി ഭാവത്തിൽ, 2 രക്തചാമുണ്ഡി ഭാവത്തിൽ, 3 ബാലചാമുണ്ഡി ഭാവത്തിൽ. ശത്രുദോഷങ്ങൾ ഉൾപ്പെടെയുള്ള ബാധാദുരിതങ്ങൾ മാറാനായിട്ട് രക്തചാമുണ്ടിയെയും, ബാലാരിഷ്ടതകൾ, കുട്ടികൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ, കുട്ടികൾക്കുണ്ടാവുന്ന മനോവേദനകൾ, ഇതൊക്കെ മാറാനായിട്ട് ബാലചാമുണ്ടിയെയും, സർവാഭിഷ്ടങ്ങൾ തരാനായിട്ട് സാക്ഷാൽ കരിക്കകത്തമ്മയെയും ഭജിക്കാനാണ് മഹാത്മാക്കൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ അമ്മയുടെ സാന്നിധ്യം എങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ ഉണ്ടായത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അമ്മ ആദ്യം വനശൈലങ്ങളിൽ താമസിച്ചിരുന്നൊരു ചൈതന്യമാണ് എന്നാണ് സങ്കല്പം. ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പാണ് ദേവി കരിക്കകത്തേക്ക് വരുന്നത് അത്രേ. ഒരു സിദ്ധന്റെ ഉപാസനാമൂർത്തിയായിരുന്ന ആ ഭഗവതി കരിക്കകത്ത് അന്ന് താമസിച്ചിരുന്ന മടത്തുവീട് തറവാട് എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു തറവാട്ടിലെ കാരണവർക്ക് ഉപാസിക്കാനായി മന്ത്രമൂർത്തിയോടും യോഗീശ്വരനോടുമൊപ്പം തറവാട്ടിലേക്ക് എഴുന്നള്ളി എന്നാണ് പറയുന്നത്. അങ്ങനെ തറവാട്ടിലേക്ക് എഴുന്നള്ളി ആ ഭഗവതിയെ ഒരു പച്ചപ്പന്തൽ കെട്ടി അവിടെ കുടിയിരുത്തി കാരണവർ എന്നും പറയുന്നു. ആ കുടിയിരുത്തിയ സമയത്ത് ഇതാ നമ്മുടെ നാട്ടിലേക്ക് ജഗദംബിക എഴുന്നള്ളിയിരിക്കുന്നു, നമ്മളെല്ലാവരും നമ്മളാലാവുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു നേദ്യം ആ അമ്മയ്ക്ക് സമർപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് വന്നുകൊണ്ട് മൺകലങ്ങളിൽ പായസമുണ്ടാക്കി ഭഗവതിക്ക് നേദിച്ചിട്ടുണ്ട് പ്രതിഷ്ഠാ സമയത്ത് എന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ദേവപ്രശ്നങ്ങളിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രതിഷ്ഠാവേളയിൽ തൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് തനിക്ക് വിളമ്പി തന്നതുപോലെ വർഷാവർഷം ഈ നാള്, പ്രത്യേകിച്ച് മീനമാസത്തിൽ മകം നാളിൽ എനിക്ക് ഈ പായസം എനിക്ക് നേദിക്കണം എന്ന അമ്മയുടെ താല്പര്യം ദേവപ്രശ്നത്തിൽ കാണുകയും അത് വലിയ ആഘോഷമായിട്ട് എങ്ങനെയാണോ ആറ്റുകാലമ്മയുടെ പൊങ്കാല നമ്മൾ ആചരിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം പ്രൗഢിയോടുകൂടി ഇന്ന് കരിക്കകം പൊങ്കാല എന്ന പേരിൽ അനുഷ്ഠിക്കുന്നു. ആ പൊങ്കാല അർപ്പിക്കുന്ന സമയത്ത് തൻ്റെ സ്വന്തം പെറ്റമ്മയ്ക്ക്, ഈ ലോകത്തിൻ്റെ മുഴുവൻ മാതാവാണെങ്കിലും ഓരോ ഭക്തയ്ക്കും ആ അമ്മ എന്ന് പറയുന്നത് സ്വന്തം അമ്മയ്ക്ക് തുല്യമാണ്. തൻ്റെ അമ്മയ്ക്ക് തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു പായസം കൊടുക്കാനുള്ള ഭാഗ്യമാണ് ഓരോ ഭക്തയ്ക്കും അല്ലെങ്കിൽ ഓരോ മക്കൾക്കും ഇന്നേ ദിവസം കൈവരുന്നത്. ഭഗവതിയെ സംബന്ധിച്ചിട്ടും ഒരമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എപ്പോഴാണ് ഉണ്ടാവുക? എത്രയൊക്കെ സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞാലും മക്കളോടൊപ്പം ഇരിക്കുന്നതാണ് അമ്മമാർക്ക് സന്തോഷം. ലോകത്തിൻ്റെ മുഴുവൻ മാതാവായിട്ടുള്ള ചണ്ഡികാദേവിക്കും ഒരു തരത്തിലുള്ള ഭേദഭാവവും ഇല്ല. അമ്മയ്ക്ക് എല്ലാവരും മക്കളാണ്. സ്വന്തം അമ്മയ്ക്ക് എന്നുള്ള ഭാവത്തിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ഒരു വിഭവം സ്നേഹത്തോടു കൂടി അമ്മയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുമെന്നാണ് പൊങ്കാലയിടുന്ന ഓരോ ഭക്തരുടെയും മനസ്സിലുള്ള സന്തോഷം. ഒരു പൊങ്കാല കഴിഞ്ഞ് അടുത്ത പൊങ്കാല വരുമ്പോഴേക്കും എന്തുദ്ദേശിച്ചിട്ടാണോ കരിക്കകത്തമ്മയ്ക്ക് ആ ഭക്ത ആ പൊങ്കാല സമർപ്പിച്ചത്, ആ ആവശ്യം ഭഗവതി നിറവേറ്റി കൊടുക്കുമെന്നാണ് എത്രയോ ഭക്തരുടെ അനുഭവ സാക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ കരിക്കകം പൊങ്കാല ഇടാനായിട്ട് വലിയ ഭക്തജന തിരക്കാണ്
ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടാനുള്ളത്. മനസ്സിലുള്ള കാര്യം സാധിപ്പിക്കുക എന്നുള്ളതിലുപരിയായിട്ട് നമുക്ക് എല്ലാ ദിവസവും ശ്രീകോവിലിൽ ഇരിക്കുന്ന ഭഗവതിക്ക് നമ്മുടെ കൈകൊണ്ട് ഒരു പായസം നേദിക്കാനുള്ള ഭാഗ്യം ഇല്ലല്ലോ. ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. അവിടെ സമർപ്പിക്കുന്ന നിവേദ്യങ്ങൾക്ക് ശുദ്ധി വളരെയധികം വേണം. ഇപ്പം എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ കൈകൊണ്ട് അമ്മയ്ക്ക് വിളമ്പി കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ നക്ഷത്രത്തിൽ, ഈ മീനമാസത്തിൽ മകൻ നക്ഷത്രത്തിൽ ഭഗവതി കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? സ്വന്തം മക്കളുടെ കൈകൊണ്ട് കുറച്ച് അന്നം വിളമ്പി കിട്ടാൻ. അമ്മ അന്നപൂർണേശ്വരിയാണ്. അമ്മയ്ക്ക് ഒന്നിൻ്റെയും കുറവില്ല. അമ്മ സർവ്വചരാചരങ്ങളുടെയും മാതാവാണ്, സർവ്വ ഐശ്വര്യങ്ങൾക്ക് നാഥയാണ്. എങ്കിൽ പോലും ഒരു പൊങ്കാല കഴിഞ്ഞ് അടുത്ത പൊങ്കാല വരെ എങ്ങനെയാണോ അമ്മയുടെ മക്കൾ അമ്മയ്ക്കൊരു പായസം നൽകാനായിട്ട് കാത്തിരിക്കുന്നത്, അതുപോലെ ഭഗവതിയും അടുത്ത പൊങ്കാല വരെ ഇനി എൻ്റെ മക്കളുടെ കൈകൊണ്ട് എനിക്ക് എന്നാണ് ഒരു പായസം കിട്ടുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും എന്നാണ് അമ്മമാർ പറയാറുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ദേവിയും ഭക്തയും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ആത്യന്തികമായിട്ട് അമ്മയും മകളും തമ്മിലുള്ള ബന്ധമാണ് ആ പ്രദേശങ്ങളിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുക. ആരോട് ചോദിച്ചാലും ഭഗവതിക്ക് നേദ്യം വെക്കണമെന്ന് പറയാറില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇതാ എൻ്റെ കൈകൊണ്ടൊരു പായസം നേദിക്കുന്നു എന്നേ പറയാറുള്ളൂ. ഭക്തിയേക്കാൾ ഉപരി മാതൃസ്നേഹം തുളുമ്പുന്ന പൊങ്കാലയുടെ കലങ്ങളാണ് നമുക്ക് കരിക്കകത്തും ആറ്റുകാലും എല്ലാം കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണോ പൊങ്കാലക്കലത്തിൽ ആ നേദ്യം തിളച്ച് പുറത്തേക്ക് മറിയുന്നത്, അതുപോലെ നമ്മുടെ ഉള്ളിൽ ആനന്ദത്തിൻ്റെ ഒരു തിളച്ചു മറയലുണ്ടാവട്ടെ. അതിനുവേണ്ടി ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് കരിക്കകത്തമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പൊങ്കാലയുടെ ആശംസകൾ നേരുന്നു. അടുത്ത പൊങ്കാലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ അമ്മയ്ക്ക് നേദ്യം സമർപ്പിക്കാനുള്ള ഭാഗ്യം അമ്മയുടെ അനുഗ്രഹം കൊണ്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.